എവിടെടാ? ടിവി നോക്കിക്കൊണ്ടിരിക്കുക. ആ, അതെ അതെ. ഇല്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇല്ല, അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഓക്കേടാ. ആ, ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ. കുട്ടാപ്പി, നീ ഷോപ്പിലോട്ട് പോയിട്ട് ഒരു പാക്കറ്റ് കടുകും ഒരു പാക്കറ്റ് ഉപ്പും വാങ്ങിക്കൊണ്ട് വന്നത്രേ. അമ്മ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം കറക്കിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വാന്ന് പറയാൻ പറഞ്ഞു. എനിക്കൊന്നും പോകാൻ പറ്റില്ല, ഞാനും ഇപ്പഴാ വന്നത്. നിങ്ങളെന്താ എന്നെ വീട്ടിലോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുവാണോ? എന്ത് ജോലി കൊടുക്കാം എന്ത് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ കടുക് പൊട്ടിക്കുമായിരുന്നു? എനിക്കൊന്നും അറിയില്ല. അമ്മ പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്തിനാ നീ ടിവി ചാനൽ ചേഞ്ച് ആക്കിയത്? നീ കടയിലോട്ട് പോയി വരുന്നത് വരെ ഞാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് നീ വെച്ചോ. ഞാനിപ്പോ നിന്നോട് പറഞ്ഞോ ഞാൻ കടയിലോട്ട് പോകുമെന്ന്? ഞാനല്ലേ പറഞ്ഞത് എനിക്ക് പറ്റില്ലാന്ന്? എടി, ഞാനല്ലേ നിന്നോട് പറഞ്ഞത് അവനോട് കടയിലോട്ട് പോയിട്ട് കടുക് വാങ്ങിക്കൊണ്ട് വരാന്? എന്നിട്ട് നീ അവനെ ഒന്നിച്ചിട്ട് ടിവി നോക്കുവാണോ ഇവിടെ? ആ പിന്നെ, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ കേട്ടു. കടുക് വാങ്ങി വരാനും ഉപ്പ് വാങ്ങി വരാനൊന്നും എന്നോട് പറയരുത്. എനിക്ക് ആ റോഡിലൂടെ അത് കൊണ്ടുവരാനൊന്നും നാണക്കേടാവുന്നു. കടുക് വാങ്ങിയിട്ട് വരാൻ എന്താടാ നാണക്കേട്? അത് കൂട്ടി തിന്നാൻ നിനക്ക് നാണക്കേടൊന്നുമില്ലല്ലോ. പിന്നെന്താ? ഇത്ര ദേഷ്യത്തോടെ പറയുന്നതിനാ? ഞാൻ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? ഇപ്പൊ നീ വീട്ടിലോട്ട് വന്നില്ലേ, അപ്പൊ നീ വാങ്ങിച്ചോണ്ട് വാ. കടുകും ഉപ്പും പിന്നെ പിങ്കിക്ക് ലോങ് നോട്ട്ബുക്കും സ്കെയിലും വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി വാങ്ങിച്ചോ. ഓ പിന്നെ അവൾക്ക് വേണമെങ്കിൽ അവളോട് പോകാൻ പറ. ആളൊരുത്തൻ നീ ഇവിടെ ഉള്ളപ്പോൾ അവൾ എന്തിനു പോയി വാങ്ങിക്കണം? നിനക്ക് പോയി വാങ്ങിച്ചാൽ മതിയില്ലേ? നീ എന്തിനാ അതിന് അവളോട് വാങ്ങിക്കണത്? ഏത് സമയം നോക്കിയാലും എപ്പോ നോക്കിയാലും അവളെ പെൺകുട്ടിയല്ലേ അവള് വീട്ടിലിരുന്നോട്ടെ എന്നല്ലേ പറയുന്നത്. അവൾക്ക് കടയിൽ പോകണ്ട, പുറത്ത് എവിടെയും പോകണ്ട. എന്നാ ഞാനാണെങ്കിലോ എന്നെ ഒരു മിനിറ്റ് വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, ഇനി മുതലേ ഞാൻ ആൺകുട്ടിയല്ലേ, ഞാനിനി പുറത്തന്നെ താമസിക്കാം. കേട്ടല്ലോ, വരുന്നേ ഇല്ല വീട്ടിലേക്ക്. ഒരു കടയിലോട്ട് പോകാൻ പറഞ്ഞാൽ തന്നെ ഇവനിങ്ങനെ. ഇനിയിപ്പോ വലുതാവുമ്പോ കല്യാണമൊക്കെ കഴിഞ്ഞാലും ഞങ്ങളെ വീട്ടിലേക്ക് കേട്ടുണ്ടോ? സവിതേച്ചി, സവിതേച്ചി. ആ, ആരിതിലേത്തെയോ? അകത്തേക്ക് വാ, ഞങ്ങൾ ഇവിടെ ടിവി കണ്ടോണ്ടിരിക്കാം. എന്താണത്? എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലെ കറിക്ക് ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് മുട്ട വാങ്ങി വരാൻ വേണ്ടിട്ട് ഇവിടെ കുട്ടാപ്പി ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ. കുട്ടാപ്പി ഉണ്ടെങ്കിൽ അവനോട് മുട്ട വാങ്ങി വരാൻ പറയാലോ എന്ന് പറഞ്ഞിട്ട്. കടയിലോട്ട് പോകാൻ വേണ്ടി തന്നെയാ ഞങ്ങളും ഇവിടെ അടികൂടിക്കൊണ്ടിരിക്കുക. അവനെവിടെ? അവന് പോവണ്ടേ? ഓ അതെയോ, വീട്ടിൽ കറിക്ക് ഒന്നുമില്ല ചേച്ചി. അപ്പൊ ഇവിടെ കുട്ടാപ്പി ഉണ്ടെങ്കിൽ അവനോട് കടയിൽ വിട്ടിട്ട് മുട്ട വാങ്ങി വരാൻ പറയാലോ എന്ന് പറഞ്ഞിട്ട് വന്നതാ. മോനെ കുട്ടാപ്പി, ഒന്ന് കടയിൽ പോയിട്ട് വരോടാ. മുട്ട മാത്രം മതിടാ. നീ ഇവിടെ ഉണ്ടാവോ ഇല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസയും കൊണ്ടുവന്നില്ല. ഞാനിപ്പോ പൈസ എടുത്തോണ്ട് വരാം, നീ ഇവിടെ നില്ലേ. ചേച്ചി, ഞാൻ പോവാണ്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്കുള്ളതല്ലേ. ഇവിടെ അമ്മയ്ക്കും കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീട് വഴിയല്ലേ പോകുന്നത്. അവിടെ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചോളാം. അമ്മ കണ്ടോ, നമ്മൾ എത്ര സമയം ഇവരുടെ കടയിലോട്ട് പോന്ന് പറഞ്ഞത്. ആ സമയത്തൊക്കെ എനിക്ക് പറ്റില്ല. നേരെ മറിച്ചതാ, ചേച്ചി വന്നിട്ട് ചേച്ചിയുടെ മോക്ക് മുട്ട വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ഇവൻ എത്ര പെട്ടെന്നാ സമ്മതിച്ചത്. എടാ, നിന്നോട് എത്ര സമയം ഞങ്ങൾ കടയിലോട്ട് പോന്ന് പറഞ്ഞത്? അപ്പോഴൊന്നും നീ കേട്ടില്ല. ഇപ്പൊ നോക്കിയാ അവര് വന്ന് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു കൊടുത്തു അല്ലേ?